ഹലോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ശിവ ഹിയർ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്നെന്തോന്നു, ഓ ഷീറ്റ്, ആപ്പിൾ വാച്ച് ചത്തുപോയി. ഇന്ന് ബുധനാഴ്ചയല്ലേ? ഇന്ന് ബുധനാഴ്ച. ഓക്കെ, ഞാൻ നിങ്ങൾക്കൊരു കിഡിലൻ ഡിവൈസ് കാണിച്ചു തരാമേ. ഇതാണ് സ്നോ സ്കൈൻ്റെ ഫിയോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. ഈ ആംപ്ലിഫയറും കാര്യങ്ങളും അതേപോലെ IEMs ഒക്കെ ഇറക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ തന്നെ ഒരു ഡാക് കം MP3 പ്ലെയർ. MP3 പ്ലെയർ എന്ന് പറയാൻ പാടില്ല, ഡാപ്പാണ്, ഡിജിറ്റൽ ഓഡിയോ പ്ലെയർ. അതിൻ്റെ കൂടെ ഡാക്കും കൂടെയാണ്, എന്ന് വെച്ചാൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറും കൂടെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ട് നോക്കാം. നമുക്ക് ഒരു 4.4 mm ബാലൻസ് ജാക്കുണ്ട്, ഓക്സ് ജാക്കുണ്ട്. പിന്നെ നമ്മൾ 3.5 mm സാധാരണ ജാക്കുണ്ട്. പിന്നെ ഒരു ടൈപ്പ് സി, ഇത് ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ടൈപ്പ് സി ഇവിടെ കുത്തിയിട്ട് ഇതിലും ടൈപ്പ് സി കുത്തിയിട്ട് അവിടെ പ്ലേ ചെയ്യണ പാട്ട് ഇതിൻ്റെ ഈ 3.5 mm വഴി ഔട്ടായിട്ട് നമുക്ക് സ്പീക്കർ കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത് നമ്മളെ ലാപ്ടോപ്പിലുള്ള സൗണ്ട് കാർഡിനെയും കാട്ടിലും ബെറ്റർ സൗണ്ട് കാർഡാണ് ഇതിലുള്ളത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഫ്ലാഗ് ഫയൽസ്, വേവ് ഫയൽസ് ഒക്കെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഇത് ഔട്ട് തരും. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 TB വരെ മെമ്മറി കാർഡ് സപ്പോർട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 128 GB ആണ് ഇട്ടേക്കുന്നത്. അപ്പോൾ 2026 എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും എല്ലാ ആൾക്കാരൊന്നുമില്ല, കുറേ ആൾക്കാരൊക്കെ ഈ അൽഗോരിതത്തിൽ നിന്ന് ഡിച്ച് ചെയ്തിട്ട് വീണ്ടും ഫിസിക്കൽ ഫയൽ ഫോർമാറ്റിൻ്റെ രൂപത്തിൽ പാട്ട് കേൾക്കുമ്പോൾ ഉള്ള ഒരു കൊതി, നൊസ്റ്റാൾജിയ ആവാം, അല്ലെങ്കിൽ ക്ലാരിറ്റി, ബ്ലൂടൂത്ത്, വെറുതെ ഒരു ഡിവൈസും കൂടെ ചാർജ് ചെയ്യണം, വയർഡ് ഹെഡ്സെറ്റ് എടുത്ത് കുത്തിക്കൊണ്ടങ്ങ് പോയാൽ കാര്യം കഴിയും. എല്ലാ സമയത്തും മൊബൈൽ ക്യാരി ചെയ്യേണ്ട ആവശ്യം വരെ നടക്കാൻ പോകുന്നു. എപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് അങ്ങനെയെങ്കിലും ഒരു 10 മിനിറ്റ് മാറി നിൽക്കാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയായിട്ടുള്ള സംഭവമാണ്. കൊള്ളാം, ഞാൻ നല്ലപോലെ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ബാറ്ററി ലൈഫൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ബ്ലാക്കിൽ വരുന്നുണ്ട്, ഇത് ബ്ലൂ ആണ്. പിന്നെ ഇതിൻ്റെ ഏത് കളറാണ് ഉള്ളത്? ഗ്രീനാണോ? വേറെ ഏതോ ഒരു കളറുണ്ട്, ഓറഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഏതൊക്കെ കളറുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയത് ഇതാണ്, ഫിയോ സ്നോ സ്കൈ. ഇവരുടെ തന്നെ നിങ്ങൾ മേടിക്കുന്നെങ്കിൽ ഡാക്ക് ആയിട്ടുള്ള ഇതല്ലാണ്ട് വേറൊരു എൻ്റെ പേര് സ്നോ സ്കൈൻ്റെ എക്കോയും എക്കോ മിനി എന്നും പറഞ്ഞ 2 പ്രോഡക്റ്റും കൂടെ ഉണ്ട്. അത് നിങ്ങൾ മേടിക്കരുത്. മേടിച്ചുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ അത് ടച്ച് സ്ക്രീൻ ഉണ്ട്. നമ്മൾ ഹ്യൂജ് ഫയൽ എടുത്ത് നമ്മൾ ഇതിൽ ഇടുമല്ലോ, ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്, ബ്രൗസ് ഫയൽ എടുക്കുക, SD കാർഡ് എടുക്കുക, എടുത്തിട്ട് ഫോൾഡേഴ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ആ ഫോൾഡറിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്കിത് ഭയങ്കര യൂസ്ഫുള്ളാണ്. മനസ്സിലായോ? കണ്ടോ? അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇത്രയും മാത്രം ഫയൽ അടക്കുമ്പോഴത്തേക്കും മറ്റത് ക്ലിക്ക് നമുക്ക് ഒരു അന്തവും കുന്തവും കാണത്തില്ല പോയി ഓരോന്നും ചെയ്യാനായിട്ട്. അപ്പം ഇതിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 റുപ്പീസാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്. എനിക്ക് തോന്നുന്നു 9,500 കിട്ടുമെന്ന് തോന്നുന്നു. ഇത് ആമസോണിൽ നിന്ന് നിങ്ങൾ മേടിക്കല്. ഇത് സ്നോ സ്കൈൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ ഒഫീഷ്യൽ സൈറ്റ് അല്ല, ഇവിടെ ഇതിൻ്റെ പാർട്ണർ എന്ന് പറഞ്ഞാൽ ഹെഡ്ഫോൺസ് ക്ലബ്ബാണ്, ഹെഡ്ഫോൺ ക്ലബ്ബ്, അങ്ങനെ എന്തോ ആണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നീല കളർ ലോഗോ ഉള്ള ഒരു പേജ് ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരാണ് ഇതിൻ്റെ ഒഫീഷ്യൽ പാർട്ണറിങ് ഇന്ത്യയിലുള്ളത്. ഞാനിത് അനിയൻ്റെ അടുത്തൊക്കെ ജർമ്മനിയിൽ നിന്നൊക്കെ മേടിക്കാൻ നോക്കിയപ്പോൾ ജർമ്മനിയിൽ ഇതിന് വില കുറവാണ്. നമ്മൾ ഇന്ത്യൻ പ്രൈസ് സെയിം പ്രൈസ് തന്നെ കിട്ടും. പിന്നെ ആരും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇവിടുന്ന് തന്നെ ഇന്ത്യൻ പാർട്ണർ ഇവിടുന്ന് തന്നെ അവരുടെ വെബ്സൈറ്റിൽ തന്നെ മേടിക്കുക ചെയ്തത്. ഒരു നല്ല ഡിവൈസാണ്. അപ്പോൾ ഇതാണ് ഇന്ന് എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്. ഓക്കെ, നല്ല രസമുണ്ട്. ഇതിൻ്റെ അത് വേറൊരു സംഭവം കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പാട്ട്, ഇത് ബ്ലൂടൂത്ത് ഉണ്ട് കേട്ടോ. ഇതിൽ ബ്ലൂടൂത്ത് ഉണ്ട്. ഇപ്പോൾ ബ്ലൂടൂത്ത് നിങ്ങൾക്ക് ഹെഡ്സെറ്റ്, ഇപ്പം പാട്ട് ജിമ്മിലൊക്കെ പോകുമ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉപയോഗിക്കാം. അല്ലാത്ത സമയത്ത് IEM ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതാണ് IEM, ഇൻ ഇയർ മോണിറ്റർ എന്ന് പറയുന്ന സാധനം. ഇത് നല്ല രസമാണ്. ഇത് വെച്ചിട്ട് നല്ല ഹൈ ക്വാളിറ്റി പാട്ട് വയേർഡായിട്ട് ലോ ലേറ്റൻസി ഇല്ലാണ്ട് തന്നെ നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പാട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യുമെന്ന് വിചാരിച്ചോ, നൗ പ്ലേ ചെയ്യും. ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതിൽ ഡിസ്ക് കവർ ഫോട്ടോ ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ കവർ ഫോട്ടോ ഉള്ള ഏതെങ്കിലും ഒരു പാട്ട് ഞാൻ ഇട്ട് കേൾപ്പിച്ചു തരാം. ഏതുണ്ട്? ഒരു പാട്ടിടാം. അതിന് ഇത് കവർ മ്യൂസിക് കണ്ടോ, കവർ മ്യൂസിക് ഉണ്ട്, കണ്ടോ? അപ്പോൾ കവർ മ്യൂസിക് ഇങ്ങനെ വരുന്നുണ്ട്. അത് നല്ല രസമല്ലേ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ ഡിസ്ക് കറങ്ങുന്ന പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നിട്ട് നമ്മളിതിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം, തിരിച്ച് കറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ അത് നല്ലൊരു ഫീച്ചറല്ലേ, നല്ല രസമുണ്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണാൻ. അപ്പോൾ നല്ലൊരു ഡിവൈസാണ്. ഒരു അലൂമിനിയം ഫിനിഷാണ്. അലൂമിനിയം പ്ലാസ്റ്റിക് പോലെയൊക്കെ തോന്നുന്നു, പക്ഷേ അലൂമിനിയം ആണ്. അലൂമിനിയം അത്രയും മാത്രം കട്ടി കുറഞ്ഞതായതുകൊണ്ട്
പ്ലാസ്റ്റിക് പോലെ തോന്നുന്നതാണ്, പക്ഷേ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. എന്തായാലും സ്ക്രാച്ചൊക്കെ ആവും, മാറ്റ് ഫിനിഷൊക്കെയാണ് എത്ര നാൾ, എന്നാലും ഇതിൻ്റെ പ്രോസസ്സറും കാര്യങ്ങളും ഒക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഡാക്ക് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ കൂട്ടത്തിൽ ഫിസിക്കൽ ഓഡിയോ പ്ലെയർ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻട്രി ലെവലിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഇതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ സെക്കൻഡ് ഹാൻഡ് ഐപോഡ് ഉപയോഗിക്കാം. പക്ഷേ ഐപോഡ് ഉപയോഗിക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് വീണ്ടും ആർക്കും ഇല്ലാത്ത ആ കേബിൾ ഉണ്ടല്ലോ, അതും കൊണ്ട് അടക്കേണ്ടി വരും. ഇതാകുമ്പോൾ ആരെങ്കിലും ടൈപ്പ് സി ഉണ്ട്, ടൈപ്പ് സി എടുത്ത് കുത്തി കഴിഞ്ഞാൽ ചാർജ് ആവും. ബ്ലൂടൂത്ത് ഉണ്ട്, 3.5mm ഉണ്ട്, മെമ്മറി കാർഡ് ഇടാൻ പറ്റും, മെമ്മറി കാർഡ് ഊരിയിട്ട് ഏതെങ്കിലും കൊണ്ട് കോപ്പി ചെയ്യാൻ പറ്റും. മറ്റതൊന്നുമില്ല, ഐട്യൂൺസ് വേണം കോപ്പി ചെയ്യാൻ, ആ ചടങ്ങൊക്കെ ഉണ്ട്. പിന്നെ അല്ലാണ്ട് ഞാൻ കുറേ റിസർച്ച് ചെയ്ത് അപ്പോഴത്തേക്കും സ്നോ സ്കൈൻ്റെ തന്നെയാണ് ഉള്ളത്. സ്നോ സ്കൈൻ്റെ എക്കോ മിനി, പിന്നെ ഡിസ്ക്, ഇതിൻ്റെ പേരാണ് ഡിസ്ക്. അപ്പോൾ എക്കോ മിനി, എനിക്ക് എക്കോ മിനിയാണ് ഡിസൈൻ വൈസ് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ടത്. കാരണം നല്ലൊരു കാസറ്റ് പോലത്തെ കുഞ്ഞ് രസമുള്ള സംഭവമാണ്. പക്ഷേ അതിൽ എന്തില്ല, നാവിഗേഷൻ ഭയങ്കര പാട്, ടച്ച് അല്ലാതെ. ഞാനത് വാങ്ങിച്ച് പോയാൽ 6000 റുപ്പീസേ ഉള്ളൂ. പക്ഷേ മേടിച്ചിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന്, കാരണം ഇത്രയും മാത്രം ഹ്യൂജ് ഫയൽസ് നമുക്ക് അതിലിടുമ്പോഴത്തേക്കും വളരെ ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് വളരെ സിമ്പിളായിട്ട് കേൾപ്പിക്കുക. ഇതിലൊരു പാട്ട് കേൾപ്പിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, അതേപോലെയൊക്കെ തന്നെ. പക്ഷേ ഇത് വയേർഡിൽ കുത്തുമ്പോഴത്തേക്കുമാണ് അടിപൊളി. ബ്ലൂടൂത്തിൽ കുത്തുമ്പോഴത്തേക്കും വലിയ സംഭവമില്ല. കാരണം ബ്ലൂടൂത്തിൽ കുത്തുമ്പോഴത്തേക്കും എപ്പോഴും മാക്സിമം വോളിയത്തിൽ വെച്ച് കഴിഞ്ഞാലേ ഇവിടെ കേൾക്കത്തുള്ളൂ. എല്ലാ ഫയൽസും ഒരേപോലെ അത് ഡീകോഡ് ചെയ്ത് വരത്തില്ല ബ്ലൂടൂത്തിലോട്ട്. അത് എല്ലാ ഡിവൈസും അതുപോലെ തന്നെയാണ്. നിങ്ങൾ ഐഫോണിലോ ഏത് മൊബൈലാണെന്നുണ്ടെങ്കിലോ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് വയേർഡ് ഹെഡ്സെറ്റ് കുത്തിയിട്ട് പാട്ട് കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 100 വരെയും വോളിയം കൂട്ടേണ്ടി വരത്തില്ല. ഒരു 60-65 വരെ വോളിയം കൂട്ടുമ്പോഴത്തേക്കും തന്നെ നല്ല ക്ലാരിറ്റിയോട് കൂടി കിട്ടും. മറ്റതായതുകൊണ്ടാണ് 80-85 ഒക്കെ വരെ, 90, ചില ബ്ലൂടൂത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ 95 ഫുള്ള് കിട്ടാലും ചില പാട്ടുകൾക്ക് ലോ വോയിസ് പോലെ തന്നെ തോന്നുന്നത്. അതേ പ്രശ്നം ഇതിനുമുണ്ട്. അപ്പോൾ ഇത് ബ്ലൂടൂത്തിൽ കേൾക്കാൻ വേണ്ടിയുള്ളതല്ല, ഇത് ശരിക്കും ഡാക്കായിട്ട് പ്രവർത്തിക്കാനുള്ളതാണ്. അപ്പം എന്താണ്, ഇതിൻ്റെ അകത്ത് 4.4 3.5 ജാക്ക് കുത്തിയിട്ട് ഫയലിൽ ഇട്ടിട്ട് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ആപ്പിൾ കാർ പ്ലേയിലൊക്കെ നമുക്ക് ഇത് വൈഫൈ വഴി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം കാറിൽ പോകുകയാണെന്നുണ്ടെങ്കിലും, കാറിൻ്റെ അകത്ത് ഇട്ടൊക്കെയാണെന്നുണ്ടെങ്കിലും കയറുമ്പോഴത്തേക്ക് ഇത് കണക്ട് ആവും. ഇതിൽ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാം. അപ്പോൾ ഫിസിക്കൽ ഫയൽ ഫോർമാറ്റ് ഏറ്റവും ഹൈ ക്വാളിറ്റി ഫയൽ തന്നെ ലോസ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ശരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു, ഇന്നലെ അത് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, ക്ഷമിക്കണം എന്നോട്. നാളെയും ഞാൻ വേറെ ക്ഷമയായിട്ട് വരാം. പല ദിവസങ്ങളും വീഡിയോസ് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റത്തില്ലേ, അത്രമാത്രം വർക്കുണ്ടെന്ന്, ഇഷ്ടംപോലെ പണികളുണ്ട്. പക്ഷേ ഇത് രസമാണ്, നിങ്ങളടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കും ഒരു രസം. 10 ലൈക്കൊന്നിലും വ്യൂസിലൊന്നുമില്ല കാര്യം. ഇത് ഇങ്ങനെ എഡിറ്റ് ചെയ്യുക, ഇടുക. ഇതിന് ശേഷം ഞാൻ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ പഴയ ഒരു സീരീസാണ്, മറ്റേ എന്താ പേര്, ദ ഹോണ്ടിങ് ഓഫ് ഹിൽ ഹൗസ്, ഹൊറർ. അത് ഒരു സീസണേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സീരീസൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക, പെട്ടെന്ന് വാച്ച് ചെയ്ത് പോകാൻ പറ്റുന്നത്. അപ്പം ശരി, അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. ലവ് യു ഗൈസ്, ബൈ, ടേക്ക് കെയർ, പീസ് ഔട്ട്, ബൈ. അയ്യോ, ഇങ്ങനെ വന്ന് ഇത് നല്ല എങ്ങനെയുണ്ട് ഈ സ്പേസ്, ഇവിടെ ഓടിക്കളിക്കാം. ഈ ക്യാമറ ആംഗിളും കൊള്ളൂലേ, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലും കാണാൻ പറ്റുമല്ലോ. ഇവിടെ ഇരുന്ന് കാണാൻ പറ്റുമോ, ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞാൽ കിട്ടുമോ? വൈഡ് ആംഗിൾ നല്ല രസമല്ലേ. അപ്പോൾ ശരി, പറഞ്ഞ പോലെ വേറെ വീഡിയോ കാണാം. ഇതിന് ഇംഗ്ലീഷ് വീഡിയോ വേണോ? വേണ്ടല്ലോ, ഇംഗ്ലീഷിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോ ചെയ്യുന്നു.